ഇത് ഇത്തിരി പഴക്കമുള്ള വീഡിയോ കേട്ടോ. വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം എടുത്തിട്ടുള്ള വീഡിയോ. കഴിഞ്ഞ വർഷം ഞാൻ ലീവിന് വന്ന സമയത്ത് ഗോൾഡ് മേടിക്കാൻ പോയതാണ്. വേറെ ഒന്നുമില്ല കേട്ടോ, കുഞ്ഞുവിന്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളതെന്ന് വെച്ചെങ്കിൽ ഞാൻ സേവ് ചെയ്യുന്നത്, ക്യാഷ് സേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഗോൾഡ് തന്നെയാണ് കേട്ടോ. ഗോൾഡ് എന്ന് പറഞ്ഞാൽ എടുത്ത് അങ്ങനെ വീട്ടിൽ വെക്കുകയൊന്നുമില്ല, ഞാൻ പോകുമ്പോഴെല്ലാം ലോക്കറിൽ കൊണ്ടുവെക്കും കേട്ടോ, ബാങ്കിൽ ലോക്കറിൽ കൊണ്ടുവെക്കും, അങ്ങനെയാണ്. പക്ഷെ എൻ്റെ ബെസ്റ്റ് സേവിങ് എന്ന് പറയുന്ന എൻ്റെ ലൈഫിൽ തന്നെയുള്ളത് ഒരു ഗോൾഡായിട്ടാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി 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 അതിനോട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഗോൾഡിൻ്റെ റേറ്റൊക്കെ കൂടുന്നതിനനുസരിച്ച് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം വന്നിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എടുത്തില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, കുഞ്ഞിൻ്റെ അരഞ്ഞാണം, കുഞ്ഞു കുട്ടിയാകുമ്പോൾ ഉണ്ടായിരുന്നു അരഞ്ഞാണാണ്. അപ്പോൾ ഒരുപാടായി ഞാൻ അവനൊരു അരഞ്ഞാണം ഇട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇച്ചിരി കൂടെ വലുതായി കഴിഞ്ഞാൽ തീരെ പറ്റില്ലല്ലോ. ഇപ്പം തന്നെ ഇപ്പോൾ 5 വയസ്സിലാട്ടോ ഞാൻ ഈ അരഞ്ഞാണം മേടിക്കുന്നത്. 2 പവനായിരുന്നു കേട്ടോ ഈ അരഞ്ഞാണം, 2.25 പവനായിരുന്നു ഈ അരഞ്ഞാണം ഞാൻ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ 2.25 പവൻ്റെ അരഞ്ഞാണം വാങ്ങി, ഒരു മാലയും വാങ്ങിയിട്ട്. മാലയൊക്കെ ഓൾറെഡി ഉള്ളതാണ്, പക്ഷേ കൈച്ചേനും ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു മാലയും കൂടെ വാങ്ങി, അതിലേക്ക് ലോക്കറ്റും ഒരു കൈച്ചേനും. ഏകദേശം ഒരു അത്യാവശ്യം കുഴപ്പമില്ല, ഒരു 4 പവൻ്റെ 4.25 പവൻ്റെ അടുത്ത കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വാങ്ങിയത്. എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സേവിങ് കേട്ടോ. സേവിങ് എന്ന് പറഞ്ഞാൽ ഒരു വീടും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, അതിലേക്കുള്ള സേവിങ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ആ സമയമാകുമ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ സ്ഥലവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാന്നിട്ടൊരു ദിവസം. അപ്പം ഞങ്ങൾ ഗോൾഡെല്ലാം വാങ്ങിയപ്പോൾ കൈച്ചേന് ഇട്ട് കൊടുക്കുമ്പോൾ ആൾ പറയുന്നത് ഈ കയ്യിൽ മതി, ഈ കയ്യിലെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇത് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു ഈ കൈ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതല്ല, അത് വേണ്ട, ഇപ്പുറത്തെ കയ്യിൽ മതി എന്ന് പറഞ്ഞപ്പോൾ അത് ഇത്തിരി ഇഷ്ടമായിട്ടോ. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ മാല, ഇങ്ങനത്തെ മാല കുഞ്ഞു കുട്ടിയാകുമ്പോൾ തൊട്ട് ഞാൻ ഈ മണിമാല കേട്ടോ ഞാൻ വാങ്ങിക്കൽ. അവൻ്റെ മണിമാല 5 വർഷം ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇപ്പോഴും ഉണ്ട്. ഈ പൊട്ടാതെ തന്നെ ഇപ്പോഴും അതിലൊരു മണി പോലും പോയിട്ടില്ല കേട്ടോ. അങ്ങനെ കടിക്കുകയൊന്നുമില്ലായിരുന്നു ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ട്. സ്ഥിരമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഒരു മാലയും കൂടെ വാങ്ങിയിട്ടോ, മണിയുള്ളത് തന്നെ കുഞ്ഞൊരു മാലയും കൂടെ വാങ്ങിയിട്ടോ. പക്ഷേ അതിലേക്ക് ലോക്കറ്റും കൂടെ എടുത്തപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. പറഞ്ഞാലും കിട്ടുമ്പോൾ ഭയങ്കര എന്തോ ഒരു നാണക്കേട് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു ഈ കുഞ്ഞിക്കാലിലൊരു പാദസരം കൂടി ആയാലോ എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു ഫേസ് അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. പിന്നെ അരഞ്ഞാണൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കടയിലത്തെ അവർ തന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അരഞ്ഞാണൊന്നും അധികം ദിവസം ഇട്ട് കൊടുക്കില്ല കേട്ടോ, നമുക്ക് കാണാനൊരു ഇഷ്ടത്തിനും സന്തോഷത്തിനും വേണ്ടി തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ സേവ് ചെയ്യാൻ ക്യാഷ് ഒന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടി, അതെല്ലാം വാങ്ങിയിട്ട് ഇങ്ങനെ തിരിച്ചു പോന്നു.